പാലക്കാട് എലപ്പുള്ളി ബ്രൂവറിയിൽ സർക്കാരിന് വൻ തിരിച്ചടി. വൻകിട മദ്യനിർമ്മാണശാലയ്ക്കുള്ള അനുമതി ഹൈക്കോടതി റദ്ദാക്കി. പ്രതിപക്ഷം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുന്നതാണ് ഹൈക്കോടതി ഉത്തരവെന്ന് വി.ഡി. സതീശൻ പ്രതികരിച്ചു. സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി വിധിയെന്നും തിരിച്ചടിയല്ല എന്നുമാണ് എക്സൈസ് മന്ത്രി എം.പി. രാജേഷിന്റെ പ്രതികരണം. നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായാണ് സർക്കാരിന്റെ പ്രാഥമിക അനുമതിയെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. കൃത്യമായ പഠനം നടത്തിയിട്ടില്ല. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വൻകിട മദ്യനിർമ്മാണശാല തുടങ്ങാൻ ഒയാസിസ് കമ്പനിക്ക് നൽകിയ അനുമതി ഹൈക്കോടതി റദ്ദാക്കിയത്. പഠനം നടത്തി നടപടിക്രമങ്ങൾ പാലിച്ച് പുതിയ തീരുമാനമെടുക്കാമെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. പ്രതിപക്ഷം പറഞ്ഞത് കോടതി ശരിവെച്ചെന്ന നേതാക്കൾ. എക്സൈസ് മന്ത്രി എം.പി. രാജേഷിനും വിമർശനം. എക്സൈസ് മന്ത്രിയുടെ കറുത്ത കരങ്ങൾ ഈ എലപ്പള്ളി ബ്രൂവറിക്ക് പുറകിലുണ്ട്. ഈ സർക്കാരിന്റെ കറുത്ത കരങ്ങളുണ്ട്. അത് അഴിമതിയായിരുന്നു. ഡൽഹി മദ്യനയ കേസിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയാണ് കേരളത്തിൽ കൊണ്ടുവന്നത്. എന്നാൽ ഉത്തരവ് തിരിച്ചടിയല്ലെന്ന് മന്ത്രി എം.പി. രാജേഷ്. സർക്കാരിനെതിരായിട്ടുള്ള വിമർശനമോ കുറ്റപ്പെടുത്തലോ ഒന്നും കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യമല്ല. സർക്കാർ എടുത്ത തീരുമാനം നിയമപരമായിരുന്നു എന്ന് കോടതി അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ട് എന്ന് കോടതി പറഞ്ഞിട്ടില്ല. അതേസമയം എലപ്പുള്ളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസും ബി.ജെ.പിയും വെവ്വേറെ ആഹ്ലാദ പ്രകടനം നടത്തി. മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിനെതിരെയുള്ള പൊതുതാൽപര്യ ഹർജികളാണ് ഹൈക്കോടതി പരിഗണിച്ചത്. സർക്കാരിനേറ്റ കനത്ത പ്രഹരമെന്നാണ് KCBC മദ്യവിരുദ്ധ സമിതിയുടെ പ്രതികരണം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.